ദുബായ് വേൾഡ് കപ്പിന്റെ മൈതാനത്ത് ഒരു മലയാളി തീർത്ത വിസ്മയം ഇപ്പോൾ ലോക ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ കുതിരോട്ട മത്സരത്തിന്റെ മൈതാനത്ത് തുണികൾ ചേർത്ത് വെച്ച ഒരു കുതിരയുടെ രൂപം തീർത്ത മലയാളി. കരീം ഗ്രഫി എന്നറിയപ്പെടുന്ന കാലിഗ്രഫി ആർട്ടിസ്റ്റ് മലപ്പുറംകാരൻ കരീമുക്ക. അപ്പോൾ കരീമുക്ക മലയാളികൾക്കൊരു പ്രൗഡ് മൊമെൻ്റ് ആണ്. ഇത്തരത്തിലുള്ള ഒരു ലോകവേദിയിൽ ഒരു മലയാളി ഇത്തരത്തിലുള്ള ഒരു വിസ്മയം തീർക്കുന്നു. എങ്ങനെയായിരുന്നു ഒരു എക്സ്പീരിയൻസ്? ഞാൻ 2 മാസത്തോളമായി ഈ ഒരു പ്രൊജക്റ്റ് ഇങ്ങനെ വന്നിട്ട്. അപ്പം ഇതുവരെ ചെയ്യാത്ത ഒരു സാധനമല്ലല്ലോ, ഒരു നെക്സ്റ്റ് ലെവൽ സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഒരു പ്രാക്ടീസ് ഉണ്ടായിരുന്നു, അവരെന്നെ ടെസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു സാധനം, ഇങ്ങനൊരു ഒരു അവസരം കിട്ടുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി. മാത്രമല്ല അവസാനം ചെയ്ത ആ സാധനമാണ് ഇതേവരെ ചെയ്തതിൽ ഏറ്റവും മനോഹരമായത് എന്നുള്ളതും ഭയങ്കര സന്തോഷം. എമിറേറ്റ്സുമായിട്ട് കൊളാബ് ചെയ്തിട്ടായിരുന്നു. അതെ, ഒരു 160-ൽ പരം 180ഓളം ടീഷർട്ടുകൾ, എമിറേറ്റ്സിൻ്റെയും AC മിലാൻ്റെയും ടീഷർട്ടുകൾ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഷേപ്പിലേക്ക് സാധനം ചെയ്തെടുത്തത്. അത് AC മിലാൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലടക്കം ഷെയർ ചെയ്തു. മില്യൺ കണക്കിന് കാഴ്ചക്കാരാണ് കണ്ടത്. ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ലോകവേദികളിൽ ഫിഫ അതുപോലെ തന്നെ ഏഷ്യൻ കപ്പിലൊക്കെ കരീമുക്ക പങ്കാളിയായിരുന്നു. അതിൻ്റെയൊക്കെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഇപ്പം നമ്മൾ ഫിഫയുടെ ഒരു ഇൻ്റർനാഷണൽ ഇവൻറ്റിൽ നമ്മൾ പങ്കെടുക്കുന്ന സമയത്ത് പ്രൂവ് യുവർ സെൽഫ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പം നമ്മൾ ഓരോ സമയത്തും നമ്മൾ ഓരോ വർക്ക് ചെയ്യുന്ന സമയത്തും നമ്മളിൽ തന്നെ ഒരു ഭയങ്കര കോൺഫിഡൻസ് വരുന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ ഇവൻറ്റിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. അത് മാത്രമല്ല പബ്ലിക്കിൽ ആളുകളുടെ മുമ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. സോ നമ്മൾ പ്രതീക്ഷിച്ച സാധനമൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ അവിടെ ചെയ്യുക. സോ അത് നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ലെവലുണ്ട്. അത് ഏഷ്യൻ കപ്പിൽ ഭയങ്കരമായിട്ട് അത് പിന്നെ യൂസ്ഫുള്ളായി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു അവസരം കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ഇവൻറ്റുകൾ ചെയ്യുന്ന സമയത്തും അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സാധനം പരീക്ഷിക്കാമെന്ന് വരെ എനിക്ക് തോന്നിയത്. കാരണം അവർ എന്നോട് ഇത് ചെയ്യുമെന്ന് ചോദിക്കുന്ന സമയത്ത് ഇല്ല എന്ന് പറയാൻ തോന്നിയിട്ടില്ല. അത് ശരിക്കും ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ്. ലോകത്തെ തന്നെ ലക്ഷറി ബ്രാൻഡ്സിൻ്റെ ബെൻലീൻ്റെ ഒക്കെ മുകളിൽ കരീമുക്ക ഇങ്ങനെ കാലിഗ്രഫി ചെയ്യുമ്പോൾ ആക്ച്വലി കാണുന്ന നമുക്കൊരു ടെൻഷനാണ്. കാരണം ഇത്രയും വലിയൊരു ലക്ഷൂറിയസ് വണ്ടിയാണ്, അറിയാം എക്സ്പീരിയൻസ് ഉണ്ടെന്നൊക്കെ. ഒരു പൊടി അങ്ങോട്ടോ ഒരു പൊടി ഇങ്ങോട്ടോ ഒക്കെ മാറിയാ. ഞാൻ മുമ്പ് ഇതുപോലെ തന്നെ ഒരു കാറിൻ്റെ മുകളിൽ ചെയ്ത സമയത്ത് പിറ്റേ ദിവസം എൻ്റെ സുഹൃത്ത് എന്നെ വിളിച്ച് ചോദിച്ചു, കരീമുക്ക നിങ്ങളിത് അഥവാ തെറ്റിക്കഴിഞ്ഞാൽ അത് മായ്ക്കാനുള്ള വല്ല സാധനം കൈവച്ചിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞ റിപ്ലൈ ഉണ്ട്, സത്യം പറഞ്ഞാൽ നീ പറയുന്ന സമയത്താണ് ഞാൻ അതിനെക്കുറിച്ച് ഓർത്തതെന്ന്. എന്നുവെച്ചാൽ നമ്മൾ തെറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയെ പാടില്ല, തെറ്റാൻ വഴിയില്ല. കാരണം നമ്മൾ ആളുകളുടെ മുമ്പിലാണല്ലോ ഇത് ചെയ്യുന്നത്. എന്നാൽ ഓവർ കോൺഫിഡൻസ് ആവരുത്. പക്ഷേ ബെൻലി ചെയ്യുന്ന സമയത്ത് ഞാൻ ബെൻലി ആണെന്നൊന്നുമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആർട്ട് അത് ക്യാൻവാസിലാണെങ്കിലും കാറിലാണെന്നുണ്ടെങ്കിലും നമ്മൾ റോട്ടിലാണെന്നുണ്ടെങ്കിലും അതിനൊരു ഒഴുക്കുണ്ട്. അത് നല്ല കോൺഫിഡൻസിൽ അങ്ങനെ ചെയ്യാന്നേ കരുതിയിട്ടുള്ളൂ. ഏതാണ്ട് 32 മില്യണിലധികം ആളുകളാണ് ആ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടത്. തീർച്ചയായിട്ടും ഭയങ്കര ഒരുപാട് അപ്രിസിയേഷൻ, ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നത് ഒരുപാട് ലക്ഷറി മോട്ടോഴ്സ് ഇത്തരം സാധനങ്ങളൊക്കെ ഈ സാധനം റീപോസ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ. ഇപ്പോഴും അതിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സന്തോഷമുണ്ട്. കരീമുക്ക സ്ലാത്താൻ ഇബ്രാഹിമോവിച്ചിന് വേണ്ടിയിട്ട് ഒരു കാലിഗ്രഫി സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്ത് കൊടുത്തു. അതിന്റെ വാർത്തകൾ പുറത്തു വരാൻ വരുന്നേ ഉള്ളൂ, സീക്രട്ട് ആണ്. എങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു എക്സ്പീരിയൻസ്? പുള്ളിക്ക് നേരിട്ട് അത്തരത്തിലുള്ള ഒരു സാധനം സ്പെഷ്യലായിട്ട് നിർമ്മിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു എങ്ങനെയായിരുന്നു പുള്ളിയുടെ റിയാക്ഷനൊക്കെ? അത് ആക്ച്വലി ഇങ്ങോട്ടേക്ക് വരുന്നതിന് 2 ദിവസം മുമ്പാണ് AC മിലാൻ ഡയറക്റ്റായിട്ട് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറയുന്നത് പുള്ളിക്കൊരു നല്ല ഗിഫ്റ്റ് കൊടുക്കണം. അപ്പോൾ ഒരു അറബ് ട്രഡീഷനൊക്കെ ഉൾക്കൊള്ളുന്ന സാധനം. ഓഫ് കോഴ്സ് യു ആർ എ കാലിഗ്രാഫർ, സോ വി നീഡ് ടു ഗെറ്റ് സംതിങ് ഫ്രം യു എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു യെസ്, അങ്ങനെ എന്ത് കൊടുക്കും എന്നുള്ള സമയത്ത് ഞാൻ സജസ്റ്റ് ചെയ്തു. ഇങ്ങനെ ഒരു ലോഗോൻ്റെ ഒരു ഷേപ്പിൽ നമ്മൾ അറബി കാലിഗ്രാഫി ചെയ്യാന്ന് പറഞ്ഞാൽ അത് കൊടുത്തു. അത് മാത്രമല്ല പുള്ളിക്ക് വന്ന സമയത്ത് തന്നെ ഇവർ കൊടുത്ത ഗിഫ്റ്റ് അതിൻ്റെ ഒരു പോസ്റ്റ് കാർഡും അതിൻ്റെ ഒരു ഫ്രെയിമും ആയിരുന്നു. അപ്പോൾ അത് പുള്ളി കണ്ട സമയത്ത് തന്നെ ഐ വോണ്ട് ടു മീറ്റ് ദിസ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു. അത് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. യെസ്. അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ ആ ഹോഴ്സിൻ്റെ മുമ്പ് നിന്നുള്ള ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളി ഷൈക്കൻ നിന്നു, ദിസ് ഈസ് മൈ ഹോഴ്സ് എന്ന് വരെ പറഞ്ഞു പുള്ളി എന്നോട്. കരീമുക്കയുടെ വീഡിയോസൊക്കെ കണ്ടാൽ അറിയാം എത്ര സിമ്പിളായിട്ടാണ് കാലിഗ്രഫി ചെയ്യുന്നത്. അതിൻ്റെ ഉത്തരം കരീമുക്കയുടെ എക്സ്പീരിയൻസ് തന്നെയാണ്. എങ്ങനെ പോകുന്നു കാലിഗ്രഫി ജീവിതം? കാലിഗ്രാഫി ജീവിതം സത്യം പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഐ എം ലിവിങ് ഇൻ ഇറ്റ്. ഞാൻ ശരിക്കും അതിൽ ജീവിച്ചുകൊണ്ടേ ഇരിക്കുന്നൊരു മനുഷ്യനാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ സ്ട്രോക്കുകളും കിട്ടുന്ന ഒരു ഹീലിംഗ് ഉണ്ട്, ഒരു റിലാക്സേഷൻ. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക, ഹാപ്പി എന്ന് പറയുക. സാറ്റിസ്ഫാക്ഷനാണ്, നോട്ട് സക്സസ്. I'm so satisfied with the strokes, so I'm keep doing it. അപ്പോൾ കരീമുക്ക ഇപ്പോൾ എന്തൊക്കെയാണ് ഫ്യൂച്ചർ വർക്ക്സ്?
ഐ എം ബേസിക്കലി ആർട്ടിസ്റ്റ്. ഞാൻ ആക്ച്വലി ഒരു ആർട്ടിസ്റ്റാണ്. അതിൽ നിന്ന് പിന്നെ കാലിഗ്രാഫിൻ്റെ ഒരു ലോകത്ത് തന്നെയായിരുന്നു. ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് ഇതിന് രണ്ടിനും കൂടിയും ബ്ലെൻഡ് ചെയ്തിട്ടുള്ള പുതിയ ഇതുപോലത്തെ ഇൻസ്റ്റലേഷനൊക്കെ ചെയ്യണം, നല്ല കുറേ യാത്രകൾ ചെയ്യണം. അപ്പം അടുത്ത 2 മാസത്തിന് ശേഷം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകണമെന്നുണ്ട്. കരീമൊക്കെ ഒരു യാത്രികൻ കൂടിയാണ്, ആ ഒരു പോയിന്റ് പറയാൻ വിട്ടുപോയി. അപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്, കാലിഗ്രഫിയുടെ പുതിയ ലോകവും ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് കൂടി ഒന്ന് ഷെയർ ചെയ്യും. എന്ന് വെച്ചാൽ നമ്മൾ ഓരോ മനുഷ്യന്മാരെ കാണുമ്പോഴും നമുക്ക് ഭയങ്കര ഹോപ്പ്, പ്രതീക്ഷ കിട്ടുന്നത്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അത് വലിയ ഘടകമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആസ് എ ആർട്ടിസ്റ്റ്. സോ ഞാനിങ്ങനെ ഒരുപാട് മനുഷ്യന്മാരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണുമ്പോൾ കിട്ടുന്നൊരു ഹോപ്പ്. അപ്പോൾ ഐ വാണ്ട് ടു മീറ്റ് മെനി പീപ്പിൾ ഇൻ ദ വേൾഡ് ആൻഡ് ഐ വാണ്ട് ടു കീപ് എ സിഗ്നേച്ചർ എനിവെയർ ഐ ഗോ. ദാറ്റ്സ് മൈ. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും ലോകം ശ്രദ്ധിക്കുന്ന ഒരുപാട് കലാസൃഷ്ടികൾ ഉണ്ടാവട്ടെ ഈ കൈകളിൽ നിന്ന്.